ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കെ എസ് ആർ ടി സിയുടെ മൂന്നാറിലെ ഡബിൾ ഡെക്കർ സർവീസ് എങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും, കെ എസ് ആർ ടി സിയുടെ സൈറ്റിൽ കൂടി എങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കെ എസ് ആർ ടി സിയുടെ സൈറ്റിലേക്ക് പോവാം. കെ എസ് ആർ ടി സി സൈറ്റ് അഡ്രസ്സാണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. കേരള RTC.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവുക. എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ബുക്ക് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മൂന്നാറിന്ന് സെർച്ച് ചെയ്യാം. മൂന്നാറിന്ന് ആ സെർച്ച് ബട്ടണിൽ സെർച്ച് ചെയ്യുക. സ്റ്റാർട്ടിംഗ് പ്ലേസിന്റെ അവിടെ, ട്രാവലിംഗ് ഫ്രമിന്റെ അവിടെ മൂന്നാറിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗോയിങ് ടു എന്ന് പറയുന്നതിൻ്റെ അവിടെ സൈറ്റ് സീയിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഡേറ്റ് കൊടുക്കുക. സെർച്ച് ബസ്സസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഡേറ്റിൽ 14-ാം തീയതിയാണ് നമ്മളിപ്പോൾ കൊടുത്തത്, ഏപ്രിൽ 14. ആ ഡേറ്റിന് ഉള്ള മൂന്ന് ട്രിപ്പുകളാണ് ഉള്ളത്. രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 12:30, വൈകുന്നേരം 4 മണി. അങ്ങനെ 3 ട്രിപ്പുകളാണുള്ളത്. 2 ബെർത്തുകളിലായിട്ട്. അതായത് മുകളിൽ അപ്പർ ഡെക്ക് ഓപ്പൺ ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. പക്ഷേ ഫുൾ ഗ്ലാസ്സിലാണ് ഇതിൻ്റെ ഒരു ബോഡി വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തിരിക്കുമ്പോൾ പുറത്തേക്കുള്ളൊരു വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. മൊത്തം നമുക്ക് പുറത്ത് ഉള്ള കാഴ്ചകൾ മുഴുവൻ കാണാൻ പറ്റും. എന്നാൽ പുറത്തുള്ള വെയിലോ മഴയോ ഒന്നും നമ്മളെ ബാധിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഈ ഒരു ബസ്സിന് വരുന്നത്. അപ്പം അതിന് 3 ട്രിപ്പുകളാണ്. രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 12:30, വൈകുന്നേരം 16 മണി. അപ്പം മൂന്നാറിൽ എത്തിച്ചേരുന്നവർക്ക് ഈ ഒരു വെക്കേഷൻ സീസണിൽ ഈ ഒരു ട്രിപ്പ് ഓപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 സ്ലോട്ടുകളും സോൾഡ് ഔട്ട് ആണ്. 14-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ള സ്ലോട്ടിൽ 5 സീറ്റ് ലെഫ്റ്റ് ആണ്. വൈകുന്നേരം 16 മണിക്കുള്ള, അതായത് വൈകുന്നേരം 4 മണിക്ക്. അതിൽ നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് സീറ്റ് കൊടുക്കുക. അപ്പോൾ അവൈലബിലിറ്റി ഉള്ള ആ സീറ്റിന്റെ ലേഔട്ട് ഇവിടെ കാണിക്കും. അതിൽ ഏത് സീറ്റാണ് നമുക്ക് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂന്നാർ KSRTC ബസ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡ്രോപ്പിംഗ് പോയിന്റും അത് തന്നെ അതിനകത്ത് കാണുന്ന ടൈപ്പ് സെർച്ച് ചെയ്തിട്ട് കൊടുക്കുക. പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അവിടെ നമ്മൾ പാസഞ്ചറിന്റെ പേര് കൊടുക്കുക, അയാളുടെ ഏജ് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് ടു പേ ഡീറ്റെയിൽസ് കൊടുക്കുക. മൊബൈൽ നമ്പറും ഇമെയിൽ ID കൂടെ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. ഇത് നിങ്ങളുടെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ട്രിപ്പിന്റെ സമയത്ത് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. പേയ്മെന്റ് കൊടുക്കുക. പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകും. നിങ്ങളുടെ പേയ്മെന്റ് ഓപ്ഷൻ UPI ആണെങ്കിൽ UPI, നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ്. QR കോഡ് വഴിയും സെർച്ച് ചെയ്ത് പേയ്മെന്റ് ചെയ്യാം. QR കോഡ് ആണെങ്കിൽ അവിടെ സെർച്ച് ചെയ്യാം. എന്നിട്ട് മേക്ക് പേയ്മെന്റ് കൊടുക്കുക. ഈ QR കോഡ് സ്കാൻ ചെയ്യുക, മേക്ക് പേയ്മെന്റ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ഏതാണോ കൊടുക്കുന്നത്, UPI ആണെങ്കിൽ UPIയിൽ ഏത്, നിങ്ങൾ ഫോൺ പേ ആണെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുത്തെങ്കിൽ, സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിൽ ഫോൺ പേയിൽ നോട്ടിഫിക്കേഷൻ വരും. അവിടെ നിങ്ങൾ പേയ്മെന്റ് നിങ്ങളുടെ പാസ്വേഡ് കൊടുത്ത് പേയ്മെന്റ് കൺഫേം ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ബുക്കാവും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊബൈലിലേക്ക് പേയ്മെന്റ് കൺഫർമേഷനും എല്ലാം വരും. അപ്പോൾ ഇങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡേറ്റ് ആണെന്ന് വെച്ചാൽ ആ ഡേറ്റ് അവിടെ കറക്റ്റായിട്ട് കൊടുത്ത് സെർച്ച് ചെയ്യുക. ഏത് ഡേറ്റിലാണ് നിങ്ങൾ മൂന്നാർ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് ചൂസ് ചെയ്യുക. മോഡിഫൈ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ കാണിക്കും. അപ്പം ഇങ്ങനെയാണ് ഒരു ടിക്കറ്റ് ബുക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.